വെൽക്കം ടു എലിജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോക്കകത്ത് നിന്ന് സ്റ്റഡിന്റെ ഐറ്റംസ് ആട്ടോ. നല്ല കുഞ്ഞു ഏഡി സ്റ്റോൺ തന്നെ കുഞ്ഞായിട്ടുള്ള സ്റ്റഡാണ് കൂടുതലും പാറ്റേണിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതുപോലെ, ഇത് പക്ക ഗോൾഡ് ഫിനിഷ് തന്നെയാട്ടോ. സെയിം തന്നെ എനിക്ക് തോന്നുന്നു മിക്കവർക്കും തന്നെ കാണുമായിരിക്കും ഇങ്ങനത്തെ ഒറ്റ ഇതിന്റെ തന്നെയുള്ള ഇതൊക്കെ. ഇത് കുറച്ചുകൂടെ താഴത്തോട്ട് രണ്ട് ഇതായിട്ട് വരും, രണ്ട് തട്ട് പോലെ എന്ന് പറയാം. ചിരിച്ചു വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് താഴത്തോട്ടാണ് വരുന്നത്. ഒത്തിരി ഹാങ്ങിങ് ആയിട്ടല്ല, ചെറുതായിട്ട് സ്റ്റഡ് പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. നല്ല സ്റ്റോൺ ആട്ടോ. അപ്പോൾ ഇതിന് ആ ഒരു നമുക്ക് ഗോൾഡുമായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാവില്ല, അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. എല്ലാം സ്റ്റോൺ എല്ലാം ഇങ്ങനെ പിടിപ്പിച്ചേക്കുക മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R641. ഇതിന് റേറ്റ് 360 36. നെക്സ്റ്റ് വരുന്നത് ഇതും ഫുൾ എഡി സ്റ്റോൺ തന്നെയാട്ടോ. ഇതിൽ കുറച്ച് ഇങ്ങനെ നീണ്ട സ്റ്റോൺസ് കൂടെ ഉണ്ട്. സാറിന് ഞാൻ പറയാറില്ല, നീണ്ട സ്റ്റോൺസിന് റേറ്റ് കൂടുതൽ വരും. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാട്ടോ ഇതിൻ്റെ ആ ഒരു സ്റ്റഡിൻ്റെ ഇതൊക്കെ പോയേക്കുന്നത്. ഇങ്ങനെ കുറച്ച് സാരിയുടെ കൂടെ സ്റ്റഡ് തന്നെയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല ഐറ്റം. അമ്മമാർക്കൊക്കെ എന്തായാലും ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. കാരണം കറക്റ്റ് റൗണ്ട് അല്ല, കുറച്ചൊരു ഓവൽ ഷേപ്പാണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമലിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ലുക്ക് തോന്നിക്കും. പിന്നെ സെൻറ്ററിലായതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. എല്ലാവർക്കും ചെറിയ ടെൻഷൻ അതേ ഉള്ളൂ, ഇങ്ങനെ സെൻറ്ററിലായിട്ട് കിടന്നില്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ കാതിങ്ങനെ താഴോട്ട് നിൽക്കുന്ന പോലെ തോന്നിക്കും. അപ്പോൾ അത് ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നല്ലതായിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. കാരണം കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇത് കിട്ടുമേ. ഇനി ബാക്ക് സൈഡിലത്തെ ഇതും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ, കാരണം ഗോൾഡിൽ ഒത്തിരിയാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിൻ്റെ നമ്പർ R642, റേറ്റ് 350 35. നമുക്ക് ആ സെയിം മോഡൽ തന്നെ ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഐറ്റം കേട്ടോ. റൗണ്ട് ഷേപ്പാന്ന് പറഞ്ഞാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. ഇതിൽ നീണ്ട സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും സെൻറ്ററിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റഡ് ഇടാൻ പറ്റും. ബാക്ക് സൈഡിൽ തന്നെ ആ ഒരു ടൈപ്പ് തന്നെ ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R640. അപ്പോൾ ഇതിന് പ്രൈസ് 260 26. അടുത്ത് കുറച്ചുകൂടെ ചെറുതാട്ടോ, നമ്മുടെ മുമ്പേ കാണിച്ചതിനേക്കാളും ചക്കലും കൂടെ ചെറുത്, ഒത്തിരിയല്ല, ചെറുതായിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ ഒക്കെ വരുന്ന മോഡലാട്ടോ. നോർമൽ റൗണ്ട് അല്ലാതെ കുറച്ച് വെറൈറ്റി നോക്കുന്നവർക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന ഐറ്റം. ഇതുമൊക്കെ സെൻറ്ററിൽ തന്നെയാണ്, ധൈര്യമായിട്ട് എടുത്തത്. ബാക്ക് സൈഡ് ഇതുപോലെ. ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ റൗണ്ടിലത്തെ അതില്ലേ, അത് ഊരിക്കളഞ്ഞിട്ടാണ് നമുക്ക് നോർമൽ സ്റ്റഡ് പോലെ തന്നെ ഇടാൻ പറ്റും കേട്ടോ. ചിലതിന് കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത് ചിലപ്പം ഊരിപ്പോവും. ഇതിൻ്റെ നമ്പർ R638. അതിൻ്റെ പ്രൈസ് 250 മാത്രമേ ഉള്ളൂ, 25. അടുത്ത റൂബി തന്നെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല കേട്ടോ. ഇത് കുഞ്ഞതാണേ, കുറച്ചുകൂടെ മുമ്പേ ഇപ്പോൾ കാണിച്ചതുമായിട്ട് കുറച്ച് ഏകദേശം സെയിം. പക്ഷേ മുമ്പേ കാണിച്ച റൗണ്ട് ഇല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്. കുഞ്ഞ് സ്റ്റഡ് ഉപയോഗിക്കുന്നവർക്ക് നല്ല കേട്ടോ. റൂബിയുടെ സ്റ്റോൺ ശരിക്കും നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ തന്നെ അതേപോലെ തന്നെ റൂബി ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട്. കാരണം നമുക്ക് ബോഡി കളറായിട്ട് നന്നായിട്ട് മാച്ച് ആവും. വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡായി ഈ റൂബി കളർ. അപ്പോൾ ഇതും സെയിം തന്നെയാണ് കേട്ടോ. മുമ്പ് കാണിച്ചവരൊക്കെ തന്നെ സെൻറ്ററിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ഇതും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R636, റേറ്റ് 240 240. നെക്സ്റ്റ് വരുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, അതുമായിട്ട് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് മാത്രം സ്റ്റഡിൽ. ആദ്യം കാണിച്ചത് കുറച്ച് താഴോട്ടും കൂടി റൗണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇതിങ്ങനെ ചുമ്മാ റൗണ്ട് മാത്രം. ഇതാണ് ഞാൻ പറഞ്ഞത് കൂടുതലും ഗോൾഡിൽ എല്ലാവർക്കും തന്നെ ഉള്ളൊരു പാറ്റേൺ എന്ന് പറഞ്ഞത്. ഇട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് കുഞ്ഞു സ്റ്റോൺസ് എല്ലാം പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ശരിക്കും നമുക്ക് ഗോൾഡുമായിട്ട് വെച്ച് നോക്കി അറിയത്ത് പോലും ഇല്ല ഏതാ ഗോൾഡ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും ഫിനിഷിംഗ് ഉള്ളതായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R644. ഇതിന് റേറ്റ് 250 25. ഫാൻസിൻ്റെ തന്നെ റൂബി തന്നെ വരുന്ന ഐറ്റം കേട്ടോ. ഇതിൽ തന്നെ ഒത്തിരി ഷെയ്ഡ്സ് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നേക്കുന്നതിനകത്ത് ഈ 2 ഷെയ്ഡായിട്ട് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കുറേ കളേഴ്സ് വരാറുണ്ട് കേട്ടോ. ഞാൻ ഇറക്കി കൊണ്ടുവരാം. ഇപ്പം മെയിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെയിനായിട്ട് ഓടുന്ന 2 ഷെയ്ഡ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു റൂബി കളറും വൈറ്റും എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R643, റേറ്റ് വരുന്നത് 250 25. അടുത്ത റൂബിയുടെ തന്നെ ഞാൻ പക്ഷേ ആദ്യം കാണിച്ചോട്ട് ഇതിന് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇത് ചെറിയ ഹാങ്ങിങ് പോലെ ആട്ടോ കിടക്കുന്നത്. ഒത്തിരിയല്ല, ചെറുതായിട്ടൊരു ഹാങ്ങിങ് പോലെ. സ്റ്റഡായിട്ടിട്ടുള്ളവർക്ക് അങ്ങനെ ഇടാട്ടോ. ഭയങ്കര ഒത്തിരി തൂങ്ങി കിടക്കുന്ന സൈസ് അല്ല, ചെറിയതായിട്ടൊരു ഹാങ്ങിങ് മാത്രമേ ഉള്ളൂ. ഇതും ഫുള്ളായിട്ട് മുമ്പേ കാണിച്ച പോലത്തെ തന്നെ കുറച്ച് താഴത്തോട്ട് 2 ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. എഡി സ്റ്റോൺ തന്നെ മൊത്തത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ഐറ്റമാണ്. ഇതിൻ്റെ നമ്പർ R664, റേറ്റ് 250 25. നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഇത് ഞാൻ മുമ്പേ കാണിച്ചതിനല്ലേ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിക്കും, പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡ് ബോർഡേഴ്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം, കുറച്ചിങ്ങനെ ഒരു റൗണ്ട് പാറ്റേണിൽ കുറച്ച് ഗോൾഡൻ്റെ ഇത് കൂടുതലുണ്ട്. ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇതിന് ഫിനിഷിങ്ങിനും ആ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു ഇത് ചെയ്തേക്കുന്നതൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നതാണ്. അപ്പോൾ ഇതിന് 300 സംതിങ് രൂപ വരും, 350 ഇത്. നമ്മളിങ്ങനെ അടുപ്പിച്ച് സൂക്ഷിച്ച് നോക്കിയെങ്കിൽ അതിൻ്റെ അത് വ്യത്യാസം നമുക്ക് എന്തായാലും മനസ്സിലാവും. അത് ഫിനിഷിങ് അങ്ങനെയേ വേണം എന്നുള്ളവർക്ക്, ഗോൾഡിൻ്റെ ആ ഒരു രീതി തന്നെ വേണം എന്നുള്ളവർ ഇതെടുത്തോളുക. ഇത് കണ്ടില്ലേ, ബോർഡറിന് ചെറിയ വേരിയേഷൻ, ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ഗോൾഡിൻ്റെ ഇതിന് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഗോൾഡിൽ നോർമലി അങ്ങനെയാണ് വരാറ്. മറ്റേത് കുറച്ചൊരു ഫ്ലാറ്റ് ലുക്കാണ്, ഇത് കുറച്ചൊരു ഉരുണ്ട് ലുക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ചെറിയ വേരിയേഷൻ വരുന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതിപ്പം നമുക്ക് മാലയ്ക്കകത്തും ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെ തോന്നിക്കുന്ന, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ.
മാലയിലും ഈ സെയിം തന്നെ ഇങ്ങനത്തെ തന്നെ സ്റ്റോൺസ് വെച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നതിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലും, മറ്റേതിന് അത്രയും റേറ്റ് വരാറില്ല. അപ്പോൾ അതൊരു കമ്പാരിസൺ നമുക്ക് അങ്ങനെ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. റേറ്റ് വില വ്യത്യാസം വരുന്ന അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഒരു പണിയുടെ വ്യത്യാസം, പണിക്കൂലിയുടെ വ്യത്യാസമൊക്കെയാണ് അതിൽ കൂടുതൽ വരാറ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R668, ഇതിൻ്റെ റേറ്റ് 380 ആണ് 380.